ഇന്നും നമ്മുടെ വീട്ടിലെ പാവയ്ക്കയുടെ കുറച്ച് വിശേഷങ്ങളാണ്. പാവയ്ക്ക നമുക്ക് 2-3 വിളവെടുക്കാറൊക്കെ ആയി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു പാവയ്ക്കയുടെ മൂടാണ് ഇവിടെ താഴെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കായൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ. വളങ്ങളൊക്കെ ആവശ്യമുള്ള വളം ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് വേറെ വളങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ഒരു മൂടിൽ താഴ്ന്നു വരുന്നുണ്ട്, അതിലൊരു കാന്നിപ്പുണ്ട്. ബാക്കിയല്ല ഇപ്പോൾ ഈ പൊതിഞ്ഞിട്ടാതെ വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഇന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇന്നലെ വൈകിട്ടാണ് നമ്മളിതിൻ്റെയൊക്കെ കവറെടുത്ത് മാറ്റിയത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ ആ ചെറിയ മുട്ട് വരുമ്പോൾ തന്നെ ആ കവറിട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ തോർണം കവറിടേണ്ടതായി അമ്മ ഇട്ട് കാണുമായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ അക്ഷയിലാണ് നമ്മളിതിങ്ങനെ പടത്തിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ടൊക്കെ വള്ളിയിട്ട് ഓരോ പുതിയ തിളർപ്പ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനിട്ടാണ് പടത്തി കൊടുക്കുന്നത്. എന്നാലും നമുക്ക് ഒരുപാട് ഞെരുങ്ങി പോകാതെ വള്ളികൾ കിട്ടുകയുള്ളൂ. വിരിഞ്ഞതേ ഉള്ളൂ. എന്നും കൂടെ ഒന്ന് വെളി നിൽക്കണം, എന്നാലും എൻ്റെ പരാഗണം നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ നമ്മളതിനെ കവറിനകത്താക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി ഒന്ന് കുത്തും. മറ്റേ നമ്മുടെ സാധാ വെള്ള ഈച്ചയില്ല, ആണീച്ച, അതൊന്ന് ചാറ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയെല്ലാം ചീത്തയായി പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ആ നിൽക്കുന്നതിനെ വിളവെടുക്കാതെ നമുക്ക് ആദ്യം ഇതിനെ നടക്കാം. അടുത്തോ. ഓക്കെ, ഇത് അത്യാവശ്യം വലുത് തന്നെ, എന്തായാലും തന്നെ അടക്കാം. അടുത്തതായി ഇവിടെ നിൽപ്പുണ്ട്, നടക്കട്ടെ. അടുത്തത് ഇതാണ് നമുക്ക് കിട്ടിയുള്ള ഏറ്റവും വലിയൊരു പാവയ്ക്ക. അപ്പോൾ നമ്മൾ 4 വിളവെടുത്തിട്ടുണ്ട്. അതിലേറ്റവും വലുത് ഇതാണ് കേട്ടോ. ബാക്കിയൊക്കെ ചെറുതാണ്. ഇങ്ങാറ്റത്തിരിക്കുന്ന 2 കുറച്ചുകൂടെ പരുവാകാറുണ്ട്. പിന്നെ നമുക്ക് 4 ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 4 നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ.